ഹോം ടൂർ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ എത്തിയേക്കുവാണ് കേട്ടോ. ജുബിൽ രാജൻ പി ദേവിന്റെ ഹോം ടൂറാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മുടെ എല്ലാ പ്ലാനിങ്ങും എപ്പോഴും നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിനാണ് ചെറിയൊരു തിരക്ക് വന്നത്, ബിസിനസ് പരമായിട്ടുള്ള ഒരു ആവശ്യമായിട്ട്. നമുക്ക് അറിയുന്ന ആളാണ്, ആക്ടറും ബിസിനസ് മാനൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് പരമായിട്ട് കുറച്ച് തിരക്കായിട്ട് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഹോട്ടലിലാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പ്ലാനിംഗ് ഒന്നും മാറ്റിയില്ല, നമ്മൾ ഹോം ടൂർ ജസ്റ്റ് ഒന്ന് മാറ്റി ഒരു ജോബ് ടൂർ ആക്കി. നമുക്ക് ഇനി അകത്ത് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജുബിൽ ചേട്ടൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കിച്ചണിൽ പോയി കണ്ടേക്കാം. ജുബിൽ ചേട്ടൻ ദേ അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ഏകദേശം കിച്ചണിൽ എത്തിയിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം. തിരക്കിലാണോ? ഇല്ല, തിരക്കിലാണ്, കുറച്ച് കുഴപ്പമില്ല. എന്നാ മൈക്ക് വെച്ചിട്ട് സംസാരിക്കാം. ആയിക്കോട്ടെ. ഞാൻ വെക്കണോ? അപ്പൊ ഹായ്. എന്താണ് തിരക്ക്? ഭയങ്കര തിരക്കിലാണല്ലോ. നല്ല തിരക്കിലാണ്. ഞങ്ങളാണെങ്കിൽ അവിടെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നേ. അപ്പോ സാധാരണ ഈ മുതലാളിമാരൊക്കെ അടുക്കളയിൽ കയറാറില്ലല്ലോ, എന്നെല്ലാം നോക്കുന്ന ആളുകളാണല്ലോ. അല്ല, നമ്മുടെ ഒരു രീതി അങ്ങനെയല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കേസുണ്ട്, നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ പ്രസ്ഥാനം തുടങ്ങാവുള്ളൂ. അപ്പൊ ഷെഫാണ്? ഷെഫ് എന്നല്ല, പക്ഷെ നമ്മുടെ ഷെഫ് ഇപ്പോൾ ഒരു ദിവസം ഇല്ലേലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഏകദേശമൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് വർക്ക്ഷോപ്പ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രസ്ഥാനമാണ്. ഇപ്പം ഞാൻ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടിപ്പണി നല്ലപോലെ പഠിച്ച് അതിന് ശേഷമാണ് അല്ലാണ്ട് നമ്മൾ ചെയ്യരുത്. നമ്മൾ വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊരു പ്രസ്ഥാനം തുടങ്ങരുത് എന്നുള്ളൊരു പോളിസി അതുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന സാധനം കുക്കിംഗ്. ഞങ്ങൾ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് കയറിയതാണോ? അല്ലല്ല, ഒരിക്കലും അല്ല. ഞാനല്ലേ നിന്ന് ഒത്തിരി വർഷങ്ങളായിട്ട് ഫാദറുള്ള സമയത്താണ് ഈ പരിപാടി. പുള്ളി ഭയങ്കര കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പം അന്നോട്ട് ഞാനൊക്കെ അടുക്കളയിൽ കയറും, ഭയങ്കര ഇഷ്ടമാകും. ചൈനീസ് ആണ് കുറച്ചുകൂടി എനിക്കിഷ്ടമുള്ളത്. ഞാൻ നാടൻ മീൻകറിയും ഇറച്ചിക്കറിയും ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടാക്കും. മീൻകറി ഞാൻ ഉണ്ടാക്കിയിട്ട് അത്ര അങ്ങോട്ട് നാടനായില്ല, കുറച്ച് മോഡേൺ ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അത് അങ്ങനെ അത്ര അങ്ങോട്ട് പിടിക്കാറില്ല. വീട്ടിൽ ആരെങ്കിലും തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. മീൻകറി ഞാൻ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കും, എനിക്കറിയാം, പക്ഷെ അത് ഒത്തു വന്നെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ തന്നെ ഉണ്ടാക്കും. കുറച്ചുകൂടി ഒന്ന് സെറ്റ് ആകാനുണ്ട്, ഒന്ന് കളം പിടിക്കാനുണ്ട്. ഉണ്ട്, പിന്നെ എല്ലാ സാധനവും ട്രൈ ചെയ്ത് നോക്കും. എവിടെയെങ്കിലും പോയിട്ട് നല്ല ഫുഡ് കഴിച്ചാലും വന്നിട്ട് ഏകദേശം നമ്മുടെ മനസ്സിലൊരു ഇൻഗ്രീഡിയൻസ് കിട്ടും, അത് വെച്ചൊക്കെ ചെയ്ത് നോക്കും. ചിലത് സക്സസ് ആവും, ചിലതാവില്ല. മറ്റേ മിൽമയുടെ പരസ്യത്തിൽ പറഞ്ഞ ചിലവളുടെ ശരിയാവും, ചിലവളുടെ ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? എനിക്ക് നാടൻ ഫുഡാണ് ഇഷ്ടം. ചോറ്, മീന്, ചെമ്മീൻ, അങ്ങനെ സാധനങ്ങളാണ്. ഇത് മറ്റൊരു മുതലാളിയാണ് കേട്ടോ. ഞങ്ങളുടെ പാർട്ട്ണറിന്റെ മകനാണ് അർജുൻ. അവൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് വിദേശത്തായിരുന്നു. അപ്പൊ അങ്ങനെ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കേണ്ട, തിരിച്ച് ഇവിടെ വരാൻ പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് അതെ, സ്വന്തം സ്ഥാപനത്തിൽ പണിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു എല്ലാവരും അടുക്കളയിലുണ്ട്. അല്ല, അതാ. അപ്പൊ നമുക്ക് ഇപ്പൊ സ്റ്റാഫ് നാളെ ഇപ്പൊ വൈകിട്ട് പോയെന്ന് വെച്ചോ, നമുക്ക് കുഴപ്പമില്ല. ഈ ഹോട്ടൽ മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഷെഫിന്റെ കാര്യങ്ങളായിരിക്കും. നമുക്ക് ആരുടെ എന്തെങ്കിലും ദേഷ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പോ എന്തെങ്കിലുമൊക്കെ കോരിയിട്ട് കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ. അപ്പൊ ഈ സ്റ്റാഫിന്റെ മാനേജ്മെന്റ് എങ്ങനെയാ? സ്റ്റാഫിൻ്റെ നമ്മൾ അവർ സ്റ്റാഫാണെന്നുള്ള രീതിയിൽ നിൽക്കാതിരിക്കുക. അത് നമ്മുടെ കൂടപ്പുറപ്പുകളാണ്, നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരില്ലെങ്കിൽ ഞങ്ങളില്ല. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാഫും. ഇപ്പം ഞങ്ങൾ ഹോട്ടൽ പ്രസ്ഥാനം തുടങ്ങിയിട്ട് വർഷങ്ങളായവരാണ്. നമ്മളങ്ങനെ ഒരു രീതിയിൽ നിൽക്കാറില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ കിച്ചണിൽ നിൽക്കുന്നത്. നമ്മൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് കൂടുന്നു. അപ്പോൾ അന്നേരം അവർക്കും വിഷയമില്ല. നമ്മളങ്ങനെ അല്ലാണ്ട് നമ്മൾ മുതലാളി കളിച്ച് MD ക്യാബിനിൽ കയറി ഇരുന്നാൽ ചിലപ്പോൾ അവർക്ക് നമ്മളോട് ചെറിയൊരു ഗ്യാപ്പ് വരാം. ദേഷ്യമല്ല, ഒരു ഗ്യാപ്പ് ഉണ്ടാവും. എപ്പോഴും ഒരു ഹൈറാർക്കിയൽ ഓർഡർ വേണം. പക്ഷെ ആ ഹൈറാർക്കിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ അവരുമായിട്ടൊന്ന് ഇടപെട്ട് നിന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് പോകും. അപ്പം ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ചെറിയ പണിയും കൂടി നടക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പരിപാടി തീരൂല. ഇവിടെ ആ ചോപ്പിംഗ് ബോർഡ് ഒന്ന് തരാമോ? ചോദിച്ചു. എന്താണ് നെക്സ്റ്റ്? ഒന്നുമില്ല, അതൊരു ചെറിയൊരു പൊറോട്ട റോള്. അപ്പൊ അതടിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ഡിഷാണ്. നമ്മളിപ്പോ രാവിലെയൊക്കെ ധൃതിയിട്ടൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയിലും പൊറോട്ടയിലും ചെയ്യാം. അത് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണെങ്കിൽ നമ്മൾ സാധനം ഒന്ന് ചോപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് മയണൈസ് മിക്സ് ചെയ്തിട്ട് അതിൽ റോൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി. മയണൈസ് അത്ര ഹെൽത്തി അല്ല. മയണൈസ് മാക്സിമം കുറച്ചിട്ട് ബാക്കിയുള്ള വെജീസിന് ബോയിൽഡ് ചിക്കനും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചോ
സ്നാക്കോ എന്തായിട്ട് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. 4 നേരം കഴിച്ചാലും നമുക്കൊരു ടേസ്റ്റ്. ചില സാധനങ്ങൾ രാവിലെ കഴിച്ച് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ രാവിലെ മീൻകറി കഴിക്കാത്തവരുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂട്ടത്തിൽ എരിവുള്ള സാധനങ്ങൾ കഴിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് നമുക്ക് ഏത് നേരം കഴിക്കാം. ഹെൽത്തിയുമാണ്, വയറ് നിറയും. അങ്ങനെ എന്നാൽ ഒത്തിരി കാലറി ഒന്നും കയറത്തില്ല. ഞാൻ ചോദിക്കാൻ വരുന്നത് കിച്ചണിലായതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് ഇങ്ങനെ ചുറ്റും വരുമല്ലേ, ഈ ഡയറ്റ് എങ്ങനെയാ ഫോളോ ചെയ്യാൻ പറ്റും? അല്ല, ഡയറ്റ് എടുക്കുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ. ഞാൻ ഡയറ്റ് എടുക്കുന്നില്ലല്ലോ. പിന്നെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ചെറിയ ഡയറ്റിലാണ്. എന്നെ കണ്ടാൽ തോന്നിയല്ല, പക്ഷെ ഞാൻ ഇതിലും വണ്ണം ഉണ്ടായിരുന്നു. എനിക്ക് ആ ക്യാരറ്റും കൂടി എടുത്തായിരുന്നോ? ഇവിടെ ആണെങ്കിൽ ശ്രദ്ധ മുഴുവൻ അവിടെയാണ്. ഇടയ്ക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ പുതിയ പടത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് അങ്ങനെ അവർ പറഞ്ഞു. അപ്പോൾ അവരൊരു റെഫറൻസ് ഇമേജ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടാൽ അങ്ങനെ നല്ല വെയിറ്റ് ഉണ്ടെങ്കിലും ഇതിലും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നല്ലപോലെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ആക്ച്വലി നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വിശക്കത്തില്ല. ഈ സ്മെല്ലടിച്ച് നമ്മുടെ അപ്പറ്റൈറ്റ് പോകും, ഫീൽ ചെയ്യത്തില്ല. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു 10 പ്രാവശ്യം എന്തെങ്കിലും സാധനം ഉണ്ടാക്കൂലേ, അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് ആക്ച്വലി നമ്മുടെ ആ ഒരു ക്രേവിങ് നഷ്ടപ്പെട്ടു പോകും. എന്തെങ്കിലും നല്ലപോലെ കഴിക്കണം എന്നുള്ളൊരു ക്രേവിങ് ഉണ്ടാവില്ല. അതുകൊണ്ട് കിച്ചണിൽ നിൽക്കണം. ഇപ്പോൾ മിക്ക ആൾക്കാരും നോക്കി എല്ലാവരും നല്ല മെലിഞ്ഞിട്ടല്ലേ, അവരുടെയൊക്കെ ഫുഡ് ഇൻടേക്ക് വളരെ കുറവായിരിക്കും. കാര്യം ഇവർ എപ്പോഴും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വീട്ടിലത്തെ അമ്മമാരെ നോക്കിക്കോ, അമ്മമാരിതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവരൊരു കുറച്ച് ഫുഡേ കഴിക്കുള്ളൂ. കാര്യം ഇത്ര നേരം കൊണ്ട് നമുക്ക് ചെറിയൊരു മടുപ്പ് വരും അതിനകത്ത്. ഒരു ഫുഡിൻ്റെ നമുക്ക് കഴിക്കാൻ തോന്നിക്കുന്നതിൻ്റെ ഫസ്റ്റ് സാധനം കാണുന്നത് അതിൻ്റെ പ്രസൻറ്റേഷൻ. രണ്ടാമത് നമുക്ക് ടേസ്റ്റ് തോന്നിക്കുന്ന സാധനം സ്മെല്ലാണ്, ഒരിക്കലും നാക്കിലല്ല. അതുകൊണ്ടാണ് നമുക്ക് മൂക്കടപ്പ് പനിയൊക്കെ ഉള്ളപ്പോഴേക്കും ഫുഡിന് ടേസ്റ്റ് ഇല്ലാത്തതിൻ്റെ കാര്യം നാക്കിനൊന്നും പറ്റിയിട്ടില്ല, നമ്മുടെ മൂക്കിൻ്റെ സെൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഇത് തന്നെ നമുക്കിനി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് പോകും. ഇപ്പം ഒരു നല്ലൊരു ടേസ്റ്റുള്ളൊരു ബിരിയാണി കഴിച്ചു. ഇപ്പോൾ നമ്മൾ കായ്ക്ക ബിരിയാണി കഴിച്ചു. ആദ്യത്തെ പിടി കഴിക്കുന്ന ടേസ്റ്റ് ലാസ്റ്റത്തെ പിടിക്ക് ഉണ്ടാവില്ല. കാര്യം നമ്മുടെ അപ്പറ്റൈറ്റ് പോയി. പിന്നെ നമ്മൾ വയറ് ഫില്ലാകാൻ വേണ്ടിയാണ് കഴിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളിത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് അത്ര അങ്ങോട്ട് വിശക്കില്ല. പിന്നെ ഞാൻ ഡെയിലി കിച്ചണിൽ കയറുന്ന ആളല്ല കേട്ടോ, കയറും, അങ്ങനെയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്കൊരു മടുപ്പുണ്ടാവും. അല്ലാത്ത ദിവസങ്ങളിൽ നല്ല കാര്യമായിട്ട് എല്ലാം എടുത്തുകൊണ്ട് പോയിരുന്ന് കഴിക്കും. ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ എപ്പോഴും ഒരു സുഖമുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണേലും കിച്ചണിൻ്റെ അകത്ത് തന്നെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ കുക്ക് ചെയ്ത് ആ അടുപ്പിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. ആ ചൂടോടെ എടുത്ത് അവിടെ ഇരുന്ന് തന്നെ കഴിക്കുക എന്നുള്ളതിൻ്റെ ഒരു സുഖമുണ്ട്. അത് എടുത്തുകൊണ്ട് നമ്മൾ ടേബിളിൽ പോയി പിന്നെ അത് അവിടെ വേറെ പാത്രത്തിൽ സെറ്റ് ചെയ്ത് അതിൽ നിന്ന് പോയി കഴിക്കുക. എന്നൊക്കെ നല്ല അടുപ്പ് അവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ അത്രയും സുഖമാണ്. ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ഞാൻ കണ്ടുണ്ട്, അവരാ അടുക്കളയിൽ തന്നെ ആയിരിക്കും മിക്കപ്പോഴും കഴിക്കണം. ഊണുമുറി എന്നൊരു സെപ്പറേറ്റ് മുറി ഇല്ല. അല്ല, പണ്ടത്തെ വീടുകൾക്ക് ഊണുമുറി ഇല്ല, അടുക്കളയിൽ തന്നെയാണ് താഴെ പല കെട്ടിയിരുന്നിട്ട് കഴിക്കുക എന്നുള്ളത്. അത് ഇതിൻ്റെ ഒരു സൈക്കോളജി അതൊക്കെ ആയിരിക്കാം. നമുക്ക് ചെറിയ കുക്കിംഗ് പരിപാടികൾക്കും കൂടി ഒന്ന് നോക്കാം. ചോപ്പ് ചെയ്തോ അത്? കുഴപ്പമില്ല. കട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു ആട്ടമുണ്ട്. ആക്ച്വലി ഞാനത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ആട്ടം ഉണ്ടാവില്ല. കാര്യം നമുക്കിതിൻ്റെ ഒരു പർപ്പസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇപ്പൊ ഇവരൊക്കെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈ സ്പീഡിലാണ് അത് കട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതെ ഞാൻ എടുക്കുമ്പോഴത്തേക്ക് അത് അത്ര ഇതായിട്ട് ഞാൻ എടുക്കാറില്ല. നമ്മളൊരു മീഡിയം സ്പീഡിലൊക്കെ വെച്ചിട്ടേ ചെയ്യുള്ളൂ. കാര്യം നല്ല വിരലും മുറിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഇതല്ലാണ്ട് വേറെ ആർട്ട് കൊണ്ട് ജീവിക്കണമല്ലോ. അപ്പൊ അതിനെ ബാധിക്കാത്ത രീതിയിൽ കുക്കിംഗ് നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. ഈ കുക്കിങ്ങിനോടുള്ള ഇഷ്ടം എപ്പോൾ മുതൽ തുടങ്ങിയതാ? കുഞ്ഞു മുതലേ ഉള്ളതാണ്? ചെറിയ പ്രായം തൊട്ടേ ഉണ്ട്. അതായത് ഞാൻ എന്നാ പറയുന്നത്, ഒരു ഒത്തിരി കുഞ്ഞല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മൾ ഒന്നാമത്തെ വയസ്സിൽ എന്നെ ഗ്രൗണ്ടിൽ കൂടി ഓടിച്ചു. മറ്റേ 4ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ ഫെറാറി എടുത്ത് ബാംഗ്ലൂർ പോയി എന്നൊക്കെ പറഞ്ഞാലേ അങ്ങനെയൊന്നുമല്ല. ഞാൻ എന്റെ 10ാം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10ാം ക്ലാസ് പിടിക്കാം, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ആ സമയത്തൊക്കെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും അല്ല, എന്തേലും ഇത് കൂട്ട് എന്തേലും സ്നാക്സ് പരിപാടിയൊക്കെ ചെയ്യൂലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യുമായിരുന്നു. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അത് പയ്യെ ഹോസ്റ്റലിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കുക്കിംഗ്. തമിഴ്നാട്ടിലായിരുന്നു ഞാൻ എന്ന്. അപ്പൊ അന്നേരത്തേക്കും ഒരു എന്നാ പറയുന്നത്, നമുക്കൊരു ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അത്ര അങ്ങോട്ട് ഒത്തുപോകത്തില്ലായിരുന്നു. അപ്പൊ തനിയെ കുക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുക്കിംഗ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് നാറുകോയിൽ വെച്ചിട്ടാണ്. ഫ്രണ്ട്സുമായിട്ട് കൂട്ടിയിട്ട് അങ്ങനെ കുക്ക് ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ അതിനോട് ഭയങ്കര ഇഷ്ടമായത്. ഒരു കടായി തരാമോ? ഇന്നത്തെ സ്പെഷ്യൽ എന്താ?
ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾക്ക് എന്നാ വേണ്ടത് നമുക്കത് സ്പെഷ്യൽ ഉണ്ടാക്കാം. അല്ല ഇവിടെ ഓരോ ദിവസം മെനു ഉണ്ടോ, ഏതാ സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ല? അങ്ങനെയില്ല, നമുക്ക് നിങ്ങൾ എന്ത് ഓർഡർ ചെയ്യുന്നു അത് കൊടുക്കുക എന്നുള്ള. ഞങ്ങൾ പിന്നെ നമ്മുടെ ഈ ഹോട്ടലിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു സീഷോർ ഏരിയ ആയതുകൊണ്ട് സീ ഫുഡിന് കുറച്ചുകൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നൊരു ചെമ്മീൻ തവ ഉണ്ടാക്കാം, അത് ചെയ്യാം. സീ ഫുഡിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് തന്നെയാണ്. അതെ അതെ, അപ്പം അങ്ങനെ തന്നെ ചെയ്യാം. ചെമ്മീൻ തവ ഫ്രൈ നമ്മൾ ഈ മസാല പുരട്ടി കുറേ നേരം വെക്കണോ? വേണ്ട, കുറേ നേരം വെച്ച് ശരിക്കും വെച്ചിട്ട് ഒരു 2 hours ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി മസാല നല്ലപോലെ ഇറങ്ങും അതിലേക്ക്. ഇല്ലെങ്കിൽ എന്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ മസാല കോട്ടിങ് ചിലപ്പോൾ സെപ്പറേറ്റ് പോരും, അല്ലെങ്കിൽ ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അകത്തെ ഫ്ലഷിൽ വെറുതെ ഒരു പച്ചച്ചോവ ഉണ്ടാവും. അതെ അതെ, മാക്സിമം മാറിനേറ്റ് ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ഇതായിട്ട് കിട്ടും. ഞാൻ ആ പടെ നോൺ വെജ് 4 ഐറ്റം കഴിക്കുള്ളൂ. ഞാൻ ബീഫ്, ചിക്കന്, കരിമീന്, ചെമ്മീന്. ഈ ചെമ്മീൻ്റെ ഇംഗ്ലീഷാണ് പ്രോൺസ് എന്നുള്ളത്. അപ്പോൾ അത്ര സാധനങ്ങളെ ഞാൻ കഴിക്കുള്ളൂ. ഞാൻ മറ്റേ സ്ക്വിഡ്, ഞണ്ട് അതൊന്നും കഴിക്കത്തില്ല. മറ്റേ പോർക്ക് കഴിക്കുകയില്ല, ഡക്ക് കഴിക്കുകയില്ല. അതായത് ഒരുമാതിരിപ്പെട്ട നല്ല ഫുഡൊന്നും ഞാൻ കഴിക്കില്ല, പക്ഷെ ഉണ്ടാക്കും, കഴിക്കൂല. അത് ഷെഫായിട്ടുള്ള ആളുകൾ എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നുള്ളൂ. ഒത്തിരി പേരുണ്ട് അങ്ങനത്തെ. അവർക്ക് അത് കഴിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ചില ആൾക്കാർ. പക്ഷെ അത് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ അത് നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു എന്നാ പറയുന്നത്, ആ ഫുഡിനോട് കുറച്ചുകൂടി ക്രേവിംഗ് ഉള്ള ആൾക്കാർക്ക് അത് പറ്റുള്ളൂ. എനിക്ക് ഫുഡിനോടല്ല ക്രേവിംഗ് ഉള്ളത്, എനിക്ക് കുക്കിങ്ങിനോടുള്ളത്. പിന്നെ ഉള്ള ക്രേവിംഗ് ഉള്ള കാര്യം എന്നുണ്ടെങ്കിൽ സിനിമ, അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി. ഇത് 3ഉമാണ് നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള നമ്മളെ ഭയങ്കര എന്നാ പറയുന്നത് ഉറക്കം കളയുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഗുണമെന്നുണ്ടെങ്കിൽ ഓയിൽ വളരെ കുറച്ച് മതി, ഹെൽത്തിയാണ്. പിന്നെ ചെമ്മീന് നല്ല എന്നാ പറയുന്ന പ്രോട്ടീൻ സോഴ്സൊക്കെയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കൊള്ളത്തില്ല. ചെമ്മീൻ അത് ഷെല്ലുള്ള ഒരു സാധനങ്ങളും കൊള്ളത്തില്ല. അത് ക്രാബ് ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, ലോബ്സ്റ്റർ ആയിക്കോട്ടെ. പ്രോൺസിന്റെ കൂടെ വേറെ എന്തൊക്കെയോ കഴിക്കുമ്പോഴത്തേക്ക് വിരുദ്ധാഹാരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വിരുദ്ധാഹാരങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വെച്ചിട്ട് കുറേയൊക്കെ നമ്മൾ അതിനോട് ഓക്കെ ആയി പോയിട്ടുണ്ട്. ഇപ്പം ഏത് ഫിഷാന്ന് ഓർക്കുന്നില്ല, ബേസിക്കലി എല്ലാ ഫിഷും മോരും ഓപ്പോസിറ്റ് ഫുഡാണ്, വിരുദ്ധാഹാരമാണ്. പക്ഷെ നമ്മൾ മീൻകറി കൂട്ടി കഴിക്കുമ്പോഴേക്കും എന്തായാലും അതിൻ്റെ ലാസ്റ്റത്തിൽ മോര് ഒഴിക്കും. ആക്ച്വലി നമ്മുടെ പയ്യെ നമ്മുടെ ബോഡി അതിനോടൊക്കെ അഡാപ്റ്റായി മാറിയിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം. പിന്നെ സയൻറ്റിഫിക്കലി ഞാനിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ല എനിക്ക് അതിനെ പറ്റിയിട്ട്. നമ്മുടെ ചിന്താഗതി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ചിലപ്പോൾ അത് ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കണുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഉണ്ട്. ഇപ്പോൾ വൈകിട്ട് രാത്രി കിടക്കാൻ നേരത്ത് മറ്റേ മോര് കുടിക്കരുതെന്നൊക്കെ പറയും, തരി കുടിക്കരുത്, പാല് കുടിക്കരുതെന്നൊക്കെ പറയും. അത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പം അത് പയ്യെ മൊത്തത്തിൽ നമ്മൾ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അതൊക്കെ മാറിയതായിരിക്കാം. ക്യാപ്റ്റാ, നമുക്കൊരു കാര്യം ചെയ്യാം, പയ്യെ ഇത് ഞാൻ കിച്ചൺ ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമുക്ക് മേളിലേക്ക് സൗണ്ടും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ നിന്ന് പുള്ളി ഇത് മറ്റേ കുക്കിംഗ് ഷോ ആയിപ്പോകും. നമുക്ക് സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ നമുക്ക് ഇതിലോട്ട് പോകാം. ഇതാണ് ക്യാപ്റ്റൻ രതീഷ്. നമ്മുടെ ഹോട്ടലിൽ ഇങ്ങനെ ഓരോ പൊസിഷൻസ് ഉണ്ട്, RM, OM, ക്യാപ്റ്റൻ എന്നൊക്കെ ഉള്ളത്. പുള്ളിയുടെ പൊസിഷനാണ് ക്യാപ്റ്റൻ എന്നുള്ളത്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഇന്നാളൊരു കൂട്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി, ഇതാണ് ക്യാപ്റ്റൻ എന്ന് വേണ്ടിങ്ങനെ പറഞ്ഞു. പുള്ളി അവർ കുറേ നേരം വർത്താനൊക്കെ വേണ്ടി ചോദിച്ചു, അപ്പോൾ എപ്പോഴാണ് ഇനി ഷിപ്പിൽ തിരിച്ച് കയറുന്നതെന്ന് ചോദിച്ചു. അവരുടെ ഷിപ്പിലെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു, ഇവിടുത്തെ ക്യാപ്റ്റനാണ്. നമ്മൾ ഈ ഫുഡ് ഓർഡർ ചെയ്തിട്ടേ വരാൻ എന്താ ഇത്ര ലേറ്റ് ആവണമെന്ന് വിചാരിക്കാറുണ്ട്. അതിപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് കൊടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല. നമ്മൾ ഇപ്പോൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു വെക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. ബേസിക് സാധനങ്ങളെല്ലാം ബോയിൽഡ് ആയിരിക്കും. ബാക്കിയുള്ള സാധനങ്ങൾ ഇമ്മീഡിയറ്റ് കാര്യം ചെയ്യണം. ഇത് കഴിഞ്ഞ ഉടനെ പൊറോട്ട റോൾ അടിച്ചിട്ടേ 201 വെച്ചേരെ കേട്ടോ. നമുക്കെന്നാൽ മേളിലേക്ക് ഇരിക്കാം.